എല്ലാത്തരം നിരക്ഷരതയുടെ ഇടമാണ് മരുഭൂമി. ആ മരുഭൂമിയിലെ വലിയ ജലസമുദ്രത്തിന്റെ നടുവിൽ ഈ ജനത്തിന് നിങ്ങൾ ഭക്ഷ്യപാൻ കൊടുക്കണം എന്ന് യേശു പറഞ്ഞപ്പോ ശിഷ്യന്മാർ ശരിക്കും പരിഭ്രാന്തരായി. ഫിലിപ്പോസ് 200 പണത്തിന് അപ്പം മതിയാകിയില്ല എന്ന് തീർത്തു പറഞ്ഞു. അന്ത്രയോസ് പറഞ്ഞു 5 അപ്പവും 2 മീനും ഒട്ടും മതിയാകിയില്ല. അങ്ങനെ ആകെ പരിഭ്രാന്തരായി, നിരാശയുടെ മനസ്സുമായി, പരാജയത്തിന്റെ വാക്കുമായി അവർ ഇതാ നിൽക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ അതേ ശിഷ്യന്മാർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചടുലമായിതാ അവരെ നിരനിരയായി ആ ജനത്തെ ഇരുത്തുന്നു. അവർക്ക് വിളമ്പാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ധൈര്യം വന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസം അവർക്ക് കൈവന്നത്? ഒന്നുമല്ല. ആദ്യം അവർ കാണാൻ ശ്രമിച്ചത് ആവശ്യങ്ങളുടെ വലിപ്പവും അത് പരിഹരിക്കാനുള്ള വിഭവങ്ങളുടെ പരിമിതിയിലുമായി. എന്നാൽ ഇപ്പോൾ അവർ കാണാൻ ശ്രമിക്കുന്നത് ആവശ്യങ്ങളുടെ വലിപ്പത്തിന്റെ നടുവിൽ പരിമിതമായ വിഭവങ്ങളാണ് അത് പരിഹരിക്കാനുള്ളതെങ്കിലും, പരിമിതമായ സാഹചര്യമാണുള്ളെങ്കിലും ആ സാഹചര്യങ്ങളെ തങ്ങൾക്ക് ഒരുക്കി തന്ന യേശുവിലേക്കായി അവരുടെ നോട്ടം. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ധൈര്യം വരുന്നു. ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ്, നമ്മുടെ പ്രതിസന്ധികൾ അപാരമാണ്. അവ പരിഹരിക്കാൻ പരിമിതമായ സാഹചര്യങ്ങളാണുള്ളത്, പരിമിതമായ വിഭവങ്ങളാണുള്ളത്. നിങ്ങൾ മനസ്സ് വെക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധ തോന്നേണ്ടത് ആ പരിമിതികളിലേക്കല്ല, മറിച്ച് ആ പരിമിതികളെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയ, ആ വിഭവങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയ ഈ ദൈവത്തിലേക്കാണ്. ആ ദൈവത്തെയാണ് നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറെ കഴിയുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെട്ട് തൃപ്തിയായി ബാക്കി വന്നതെല്ലാം എണ്ണി എണ്ണി പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഉറപ്പ്.